ഹലോ ഗൈസ്, ഇന്ന് ഞാനും ആഗ്നസും കൂടി ഒരു കല്യാണത്തിന് പോവാണ്. അതെ ഗൈസ്, ഇന്ന് ഞാനും ആഗ്നസ് ഒരു കല്യാണത്തിന് ബാംഗ്ലൂർ വരെ പോവാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ തൊട്ടിയിൽ നല്ല ശാന്തത ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തും. ബസ് സ്റ്റോപ്പിൽ എത്തി നോക്കിയപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ കാണുന്ന അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബസ് കയറുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു ചതി ഞങ്ങൾക്ക് മനസ്സിലായി. സാധാരണ രീതിയിൽ എല്ലാ ബസ്സിലും തിരക്കൊക്കെ പതിവാണ്. പക്ഷെ ഈ ബസ്സിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ബസ്സിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഉറങ്ങായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ബാംഗ്ലൂർ പോയിട്ട് ഇറങ്ങാനുള്ള ആൾക്കാരാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ എത്തണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ സമയം, വിച്ച് മീൻസ് 2 മണിക്കൂർ ഞാനും ആക്ട്രസും നിൽക്കണം. പിന്നെ ഏകദേശം ബാംഗ്ലൂരിലെ മണം അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം. അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ സാറ്റലൈറ്റിൽ എത്തി. അവിടെ ഞങ്ങൾ മെജസ്റ്റിക്കിലോട്ട് ബസ് കയറി. അവിടെ നിന്ന് ഞങ്ങൾ നാഗ്വാരയിലോട്ട് ബസ് കയറി. കാരണം നാഗ്വാരയിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. മജസ്റ്റിക് നാഗ്വാരയിലേക്ക് എത്താൻ വേണ്ടി ആകെ 15 മിനിറ്റേ സമയം എടുക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങളെടുത്ത സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അത്രയ്ക്ക് നല്ല ട്രാഫിക്കാണേ ബാംഗ്ലൂരുള്ളത്. കാത്തിരുന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവസാനം നാഗ്വാരയിൽ എത്തിച്ചു. ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നാഗ്വാരയിൽ എത്തിയതിനു ശേഷമാണ് ശരിക്കും ഞങ്ങളെ ഭാഗ്യരേഖകളൊക്കെ തെളിഞ്ഞു വന്നത്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല വിശദീകരിച്ച് പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ മാൾ ഓഫ് ഏഷ്യയിലോട്ട് വിട്ടു. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളിലോട്ട് ഞങ്ങൾ വന്ന കോലമാണ്. പിന്നെ പ്രശ്നമില്ല, ഞങ്ങൾ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വാരി വിതറി എങ്ങനെയാ അതിൻ്റെ ഉള്ളിൽ കയറി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇനി ഞങ്ങൾ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താം. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഞങ്ങളിന്ന് ബാംഗ്ലൂരിൽ കല്യാണം 12 hours ബോധം കുറവായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങളുടെ ബോധം ഞങ്ങൾക്ക് തിരിച്ചിട്ട് ഇന്നലെ കുറച്ച് ഞങ്ങളൊരു കല്യാണത്തിന് വന്നിട്ട് കല്യാണം രാത്രി 7 മണിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓർത്തത് രാവിലെയാണ്. എൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. സ്ഥലം മാത്രം നോക്കി ഞങ്ങൾ ഇങ്ങ് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ടൈം ശ്രദ്ധിക്കുന്നത്. അവസാനം ഞങ്ങൾ മാൾ ഓഫ് ഏഷ്യയിൽ വന്ന് അതെ, ഇവര് ഞങ്ങൾ കയറൊന്നും പറഞ്ഞില്ല. മാക്സിമം ടൈം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അതെ, ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. എവിടെ പോയാലും 1-2 മൂഞ്ചലുകളൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ കുറച്ച് കനത്തിൽ കിട്ടിയെന്നേ ഉള്ളൂ. ഇത്രയും ഗതികെട്ട 2 മണ്ടന്മാരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. ഇങ്ങനത്തെ മാളിലോട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, വരുമ്പോൾ എല്ലാവരും വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ കണ്ടവരെ വായിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കേണ്ടി വരും. കുറച്ച് നേരം ഇതിലേക്ക് തിരിഞ്ഞു കളിച്ചപ്പോഴേക്കും ഞങ്ങളുടെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകി തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഓർത്ത് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാവും ബാക്കി വായനോട്ടോ. പിന്നെ വിശന്നോടാണോ അറിയില്ല, 7-Up വരെ നല്ല രുചിയായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഇവിടെ കാണാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് ലക്ഷ്യമായിട്ട് വന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചു നേരം തിരിഞ്ഞു കളിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഓർത്ത് നിന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ലംബോർഗിനി ഇത്രയും അടുത്ത് വെച്ച് കാണുന്നത് ഗൈസ്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ